YKSന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അയ്യപ്പേട്ടന്റെ ഹോട്ടലിൽ നിന്ന് ഉച്ചയൂണൊക്കെ കഴിച്ചതിന് ശേഷം മലമ്പുഴ ഡാം കാണുന്നതിനായിട്ട് വന്നതാണ്. ഉച്ചകഴിഞ്ഞ് ഏകദേശം 3:30 മണിയോടുകൂടിയാണ് നമ്മൾ ഡാമിന്റെ മുന്നിലേക്ക് എത്തിയത്. ഇവിടെ വന്നതിന് ശേഷമാണ് അറിഞ്ഞത് ഡാമിന്റെ മെയിൻ്റനൻസ് നടക്കുന്നത് കാരണം ഉള്ളിലേക്ക് സന്ദർശകരെ കയറ്റി വിടുന്നില്ല എന്നുണ്ട്. മലമ്പുഴ ഡാമിലേക്ക് വന്നു കഴിഞ്ഞാൽ ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഒന്ന് മലമ്പുഴ ഡാം സന്ദർശിക്കുക, രണ്ടാമത്തത് കേബിൾ കാറിൽ കയറുക, പിന്നീടുള്ളതെന്ന് പറയുന്നത് റോക്ക് ഗാർഡനും സ്നേക്ക് പാർക്കുമാണ്. എന്തായാലും സമയപരിമിതി കാരണം നമ്മൾ റോക്ക് ഗാർഡനും സ്നേക്ക് പാർക്കും ഒഴിവാക്കി കേബിൾ കാറിൽ കയറാനാണ് പോകുന്നത്. ഈ കാണുന്നതാണ് കേബിൾ കാറിന്റെ എൻട്രൻസ്. ഇവിടെ തന്നെയാണ് അതിന്റെ ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. 71 രൂപയാണ് പെർ ഹെഡ് ഇവർ ടിക്കറ്റ് ചാർജ് ചെയ്യുന്നത്. ഈ 1 രൂപയുടെ കണക്ക് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും 71 രൂപ കൊടുത്ത് നമ്മളും ടിക്കറ്റ് എടുത്ത്. ഒരുപാട് ഏക്കറുകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന വളരെ വലിപ്പത്തിലുള്ളൊരു ഗാർഡനാണ് മലമ്പുഴ ഗാർഡൻ. അത് നടന്ന് കണ്ട് തീർക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായൊരു കാര്യം തന്നെയാണ്. തന്നെയുമല്ല, നമുക്കതിനുള്ള സമയവും ഇല്ല. താഴെ നടന്ന് കാണുന്നതിലും വളരെ മനോഹരമായിട്ട് നമുക്ക് ഈ കേബിൾ കാറിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ ഗാർഡന്റെ കാഴ്ചകൾ ആസ്വദിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ആ കാണുന്നതാണ് മലമ്പുഴ ഡാമിൻ്റെ ഷട്ടർ. ഇപ്പോൾ അത് അടച്ചിട്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനമായിട്ട് ഷട്ടർ ഓപ്പൺ ചെയ്തത് ഓഗസ്റ്റ് 8-ാം തീയതി 2024 കേബിൾ കാറിൽ കുറച്ചുകൂടെ മുന്നിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് മലമ്പുഴ യക്ഷിയുടെ പ്രതിമ ഇവിടെ കാണാൻ പറ്റും. 1969 കേരള ഗവൺമെന്റിന് വേണ്ടിയിട്ട് കാനായി കുഞ്ഞിരാമൻ സാർ നിർമ്മിച്ചതാണ് 30 അടി ഉയരമുള്ള മലമ്പുഴ യക്ഷിയുടെ ഈ ശില്പം. ഏകദേശം 20 മിനിറ്റ് എടുത്ത കേബിൾ കാർ യാത്ര കഴിഞ്ഞ് നമ്മൾ തിരിച്ച് കയറിയ സ്ഥലത്ത് തന്നെ വന്നിറങ്ങി. ഏകദേശം 42,000 റിസർവെയറിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന മലമ്പുഴ ഡാം കേരളത്തിലെ ഏറ്റവും വലിയ ഡാമും കൂടിയാണ്. 377.5 അടി ഉയരവും ഏകദേശം 6,788 അടി നീളവുമുള്ള ഡാമിന്റെ നിർമ്മാണം 1949 മാർച്ചിൽ ആരംഭിച്ച് 1955 ഒക്ടോബർ 9 കമ്മീഷൻ ചെയ്തത്. 1949 അന്നത്തെ മദ്രാസ് ഗവൺമെന്റ് പണി ആരംഭിച്ച് 1955 ഒക്ടോബർ 9 അന്നത്തെ മദ്രാസ് ഗവൺമെന്റ് ചീഫ് മിനിസ്റ്റർ ആയിരുന്ന കെ കാമരാജ് അവർകൾ ഇനോഗ്രേഷൻ നിർവഹിച്ച് കമ്മീഷൻ ചെയ്യുകയാണ് ഉണ്ടായത്. പിന്നീട് 1956 നവംബറിൽ കേരളത്തിന്റെ പുനർക്രമീകരണം വന്നപ്പോഴത്തേക്ക് മലമ്പുഴ ഡാം പാലക്കാട് ജില്ലയോടൊപ്പം തന്നെ കേരളത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുകയായിരുന്നു. കുറച്ചധിക നേരം കൂടെ നമ്മൾ അവിടെ മലമ്പുഴ ഡാമിൻ്റെ പരിസരത്ത് തന്നെ നിന്ന് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ പോയത് മലമ്പുഴ ഡാമിൻ്റെ റിസർവറിനോട് ചേർന്ന് തന്നെയുള്ള കവ ഐലൻഡ് കാണുന്നതിന് വേണ്ടിയിട്ടാണ്. കവ ഐലൻഡിലേക്ക് പോകുന്ന റോഡെന്ന് പറയുന്നത് മലമ്പുഴ ഡാമിൻ്റെ റിസർവറിനോട് ചേർന്ന് തന്നെയാണ് പോകുന്നത്. ഇവിടെ പല സ്ഥലങ്ങളിലും നമുക്ക് ഈ റോഡിൻ്റെ സൈഡിൽ വണ്ടി നിർത്തി നമുക്ക് ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആസ്വദിക്കാൻ പറ്റുമെന്നുള്ളതാണ്. നമ്മൾ ഇതുവഴി പോകുമ്പോൾ പലയിടത്തും കാണാൻ സാധിക്കും ഡാമിൻ്റെ റിസർവെയറിലേക്ക് ഇറങ്ങുന്നത് ശിക്ഷാർഹമാണെന്നുള്ള ബോർഡ്. പക്ഷെ എന്നിരുന്നാലും ഒരുപാട് ആളുകൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി അവിടെ വെള്ളത്തിൽ കളിക്കുകയും മറ്റ് ആക്ടിവിറ്റീസും ഒക്കെ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കവ ഐലൻഡിലേക്ക് പോകുമ്പോൾ ഈ റോഡിൻ്റെ സൈഡിൽ ഒരുപാട് കടകളും അതുപോലെ തന്നെ മറ്റു ഊഞ്ഞാലുകളും മറ്റ് ആക്ടിവിറ്റീസും ഒക്കെ ആയിട്ട് ഇവിടെ ഒരുപാട് പെട്ടിക്കടകൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ കവ ഐലൻഡിലേക്ക് എത്തുമ്പോഴത്തേക്കും ഒരുപാട് രാത്രിയാകും. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ദൂരെ ഇങ്ങ് മാറി നിന്ന് കവ ഐലൻഡിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം അവിടെ നിന്ന് തിരികെ പോരുവാനുണ്ടായത്. തന്നെയുമല്ല, വെള്ളം ഒരുപാട് മുകളിലേക്ക് കയറി നിൽക്കുന്നതിനാൽ നമുക്ക് അങ്ങോട്ട് ഒരുപാട് ഉള്ളിലേക്ക് വണ്ടിയും കൊണ്ട് പോകാനും സാധിക്കത്തില്ലെന്നാണ് ഇവിടെ ഉള്ളവർ പറഞ്ഞത്. അങ്ങ് ദൂരെ ആ കരിമ്പനകൾ വളർന്നു നിൽക്കുന്ന സ്ഥലമാണ് കവ. നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നോക്കുമ്പോൾ പോലും മൂടൽമഞ്ഞ് മൂടി നിൽക്കുകയാണ്. എന്നിരുന്നാലും കവ കാണാനായിട്ട് വളരെയധികം ഭംഗിയുള്ളൊരു സ്ഥലമാണ്. കുറച്ച് നേരം കൂടെ അവിടെ നിന്ന് അവിടുത്തെ ആ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം തിരികെ നമ്മൾ മലമ്പുഴ ഡാമിൻ്റെ ഭാഗത്തേക്ക് തന്നെ പോവുകയാണ്. മലമ്പുഴ ഡാമിൻ്റെ ഭാഗത്ത് നിന്ന് കവയിലേക്കും കവയിൽ നിന്ന് തിരിച്ചും ഉള്ള ഡ്രൈവിങ് വളരെ മനോഹരമായൊരു ഫീലാണ് നമുക്ക് സമ്മാനിക്കുന്നത്. പല സ്ഥലങ്ങളിലും നമ്മൾ ഈ ഡാമിൻ്റെ റിസർവെയറിൻ്റെ സൈഡിൽ കൂടെയാണ് ഡ്രൈവ് ചെയ്യുന്നത്. ചില സ്ഥലങ്ങളിൽ അത് ഫോറസ്റ്റിൻ്റെ സൈഡിൽ കൂടെയും ചില സ്ഥലങ്ങളിൽ ജനവാസ മേഖലയിലൂടെയാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. കുറച്ച് ദൂരം നമ്മൾ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കാടിൻ്റെ ഉള്ളിലേക്ക് എന്ന പോലെ ഒരു വഴി കണ്ട് എന്തായാലും അതൊന്ന് കയറി നോക്കാമെന്ന് ഓർത്ത് അങ്ങോട്ട് കയറിയതാണ്. കാടാണോ റിസർവെയർ ആണോ എന്നറിയില്ല. എന്തായാലും വണ്ടി പോകുന്ന ഒരു വഴി അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് ദൂരം മുന്നോട്ട് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു വഴിച്ചാൽ നിന്ന് പിന്നെ അങ്ങോട്ട് കംപ്ലീറ്റ് പാറയാണ്.
മുന്നോട്ട് പോകണോ വേണ്ടോ എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് മറ്റൊരു കാറ് മുന്നിലേക്ക് ഓടിച്ചു പോകുന്നുണ്ട്. എന്തായാലും പോയി നോക്കാമെന്നോർത്ത് കുറച്ച് ദൂരം മുമ്പോട്ട് പോയി. നമ്മൾ ഈ പോകുന്ന വഴി അത്യാവശ്യം ഓഫ് റോഡായിട്ടുള്ള വഴി തന്നെയാണ്. റോഡെന്ന് പറയാനായിട്ടൊന്നുമില്ല, വഴിയുമില്ല, ചുമ്മാ പാറപ്പുറത്തൂടെ ഓടിച്ചങ്ങ് പോവുകയാണ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പോകുന്ന സ്ഥലം റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയ ആണോ എന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ പോകുന്നത് നിങ്ങളുടെ സ്വന്തം റിസ്കിൽ പോകുക. ഞാൻ പറഞ്ഞിട്ട് ആരും പോകാൻ നിൽക്കണ്ട. 1-2 വണ്ടികൾ ഇങ്ങോട്ട് കയറി പോകുന്നത് കണ്ടതുകൊണ്ടാണ് ഞാനും അവരുടെ പുറകിൽ നിന്ന് കയറി വന്നത്. കുറച്ചേറെ ദൂരം ആ പാറപ്പുറത്തൂടെ ഓടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ചെന്ന് നിന്ന് വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്താണ്. ഡാമിൻ്റെ തന്നെ മറ്റൊരു വശത്താണ് നമ്മൾ ചെന്ന് നിൽക്കുന്നത്. ഇത് റിസർവെയർ ആണോ അതോ റെസ്ട്രിക്റ്റഡ് ഏരിയ ഒന്നും നമുക്ക് അറിയത്തില്ല. എന്തായാലും വേറൊരു വണ്ടി കയറി വരുന്നത് കണ്ടുകൊണ്ട് നമ്മൾ പുറകിൽ നിന്ന് വന്നതാണ്. വഴി തെറ്റിയാണ് വന്നതെങ്കിലും വന്ന സ്ഥലം എന്തായാലും മോശമല്ല. അതിമനോഹരമായൊരു കാഴ്ചയാണ് നമുക്കിവിടെ നിൽക്കുമ്പോഴത്തേക്ക് കിട്ടുന്നത്. നമുക്ക് മുന്നേ തന്നെ പലരും ഇവിടെ വന്നിരുന്ന് ഡാമിൻ്റെ ആംബിയൻസിലും മദ്യപിച്ചതിൻ്റെ തെളിവുകളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. നിങ്ങൾ എവിടെ വന്നിരുന്നാലും അവിടെ ഈ പ്ലാസ്റ്റിക് ബോട്ടിലുകളും മറ്റും വലിച്ചെറിയാതെ കണ്ട് നമ്മൾ കാണാൻ പോകുന്ന സ്ഥലത്തിൻ്റെ വൃത്തിയും വെടിപ്പും അത് നമ്മളുടെ ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കി കഴിയുന്നതും പെരുമാറാൻ ശ്രമിക്കുക. ഇത്തരത്തിൽ പ്ലാസ്റ്റിക് കുപ്പികളും മറ്റും വലിച്ചെറിഞ്ഞ് പരിസരം അല്ലെങ്കിൽ ഇതുപോലുള്ള മനോഹരമായ സ്ഥലങ്ങൾ വൃത്തികേടാക്കാതിരിക്കുക. കുറച്ച് നേരം അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് തിരികെ ഡാമിൻ്റെ ഭാഗത്തേക്ക് തന്നെ എത്തി. സമയം ഏകദേശം ഇരുട്ടി തുടങ്ങി. നമുക്ക് എന്തായാലും ഇനി ഒരുപാട് നേരം ഇവിടെ നിന്ന് കാഴ്ചകളൊന്നും കാണാൻ പറ്റത്തില്ല. തന്നെയുമല്ല, ഒരുപാട് രാത്രിയാകുന്നതിന് മുമ്പ് പാലക്കാട് ടൗണിൽ എവിടെയെങ്കിലും പോയിട്ട് നമുക്കിന്ന് റൂം എടുക്കണം. അങ്ങനെ നമ്മൾ പാലക്കാട് ടൗണിലേക്ക് എത്തി. അവിടെ ഒരിടത്ത് റൂം എടുത്തതിന് ശേഷം നമ്മൾ വൈകിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. പാലക്കാട് വളരെ അധികം ഫേമസ് ആയിട്ടുള്ളൊരു ഡിഷാണ് കാളാൻ. ഇതൊരു തമിഴ്നാട് ഡിഷാണ്. മഷ്റൂം, ചിക്കൻ, മുട്ട എന്നിവയിലെല്ലാം കാളൻ കിട്ടും. ഞാൻ എന്തായാലും ഒരു ചിക്കൻ കാളാനാണ് പറഞ്ഞത്. വളരെയധികം വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണ് ആ ഫുഡിന്. എന്തായാലും ആ ഫുഡ് കഴിച്ച് തിരികെ ഇനി റൂമിലേക്കാണ്. മലമ്പുഴ ഡാമിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം വന്ന് കിടന്നുറങ്ങി. അതിരാവിലെ എഴുന്നേറ്റ് നമ്മൾ പോകുന്നത് വെങ്കലക്കയം ഡാം കാണുന്നതിന് വേണ്ടിയിട്ടാണ്. നിരവധി മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക് ചിത്രങ്ങൾക്കെല്ലാം ലൊക്കേഷനായിട്ടുള്ള വെങ്കലക്കയം ഡാമിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. പാലക്കാട് ടൗണിൽ നിന്നും ഏകദേശം 35 കിലോമീറ്ററാണ് വെങ്കലക്കയം ഡാമിലേക്കുള്ള ദൂരം. ഏകദേശം 1 മണിക്കൂറുണ്ട് അങ്ങോട്ടേക്കുള്ള ഡ്രൈവ്. അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ് ഒരു കള്ള് എടുക്കാൻ വരുന്ന വണ്ടി കണ്ട് നമ്മൾ അവർക്ക് വട്ടം വെച്ച് നിർത്തി. ഇവിടെ വന്ന അന്ന് തൊട്ടുള്ള ആഗ്രഹമാണ് പാലക്കാട് തെങ്ങുംതോപ്പ് കാണണമെന്നുള്ളത്. കാര്യം അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് തെങ്ങുകൾ കള്ള് ചെത്തുന്നത്. ഇവിടുന്നുള്ള കള്ളാണ് പലപ്പോഴും നമ്മളുടെയൊക്കെ ആ ഭാഗത്തേക്ക്, അതായത് ആലപ്പുഴ, കോട്ടയം ആ ഭാഗത്തേക്കൊക്കെ ഇവിടുന്ന് ഒരുപാട് കള്ള് ചെത്തി വരുന്നുമുണ്ട്. അങ്ങനെ കള്ളെടുക്കാൻ വരുന്നൊരു വണ്ടിയാണ് നമുക്ക് മുമ്പിൽ നിർത്തിയത്. എന്തായാലും അവരോട് കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് കൂടെ വന്നോളാൻ പറഞ്ഞ് അങ്ങനെ നമ്മുടെ വണ്ടി അവിടെ ഒതുക്കിയിട്ടിട്ട് അവരുടെ വണ്ടിയിൽ കയറി നേരെ തെങ്ങിൻതോപ്പിലേക്കാണ് വന്നത്. നമ്മൾ തോപ്പിലേക്ക് എത്തുമ്പോഴത്തേക്ക് കള്ളെല്ലാം ചെത്തിക്കൊണ്ടുവന്ന് അളക്കാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ തെങ്ങ് ചെത്തുന്നവരെല്ലാവരും തന്നെ കേരളത്തിൻ്റെ തെക്കൻ ജില്ലകളിൽ നിന്നുള്ളവരാണ്. ഇത്തരത്തിൽ ഒരുപാട് തോപ്പുകൾ ഈ പറയുന്ന പാലക്കാടിൻ്റെ പല പ്രദേശങ്ങളിലായിട്ടുണ്ട്. അവിടെ നിന്നെല്ലാം ഈ വണ്ടി പോയി കള്ള് ശേഖരിച്ച് തിരിച്ച് ഉച്ചയ്ക്ക് മുമ്പായിട്ട് അല്ലെങ്കിൽ ഉച്ച കഴിയുമ്പോഴത്തേക്ക് കോട്ടയം അല്ലെങ്കിൽ പത്തനംതിട്ട, ആലപ്പുഴ അതുപോലുള്ള ജില്ലകളിലേക്ക് എത്തിച്ച് അവിടെ വിതരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ നിന്ന് കള്ളെല്ലാം അളന്നെടുത്ത് നേരെ അവരുടെ കൂടെ തന്നെ തിരിച്ച് നമ്മുടെ വണ്ടി കിടന്ന ഭാഗത്തേക്ക് എത്തി അവരോട് യാത്രയും പറഞ്ഞ് നമ്മൾ നമ്മുടെ വണ്ടിയെടുത്ത് വീണ്ടും യാത്ര തുടർന്നു. നമ്മൾ പോകുന്ന വഴിയിൽ ഒരു പട്ടി വട്ടം ചാടി ഒരു ബൈക്കുകാരൻ കൊണ്ട് അതിനെ ഇടിച്ച് ആൾക്ക് ചെറിയ രീതിയിൽ പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട്. എന്തായാലും ആംബുലൻസ് വന്ന് ആളെ കൂട്ടിയിട്ട് പോയിട്ടുണ്ട്. നമ്മൾ ഈ പോകുന്ന റോഡ് നേരെ പോയാൽ ചെന്ന് കയറുന്നത് പൊള്ളാച്ചിയിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഇത് സ്റ്റേറ്റ് കേരളമാണെങ്കിലും കൂടുതൽ ആൾക്കാരും തമിഴാണ് സംസാരിക്കുന്നത്. തമിഴ് ശരിക്കും അവർ ഒറിജിനൽ തമിഴരുമാണ്. പലപ്പോഴായിട്ട് ഇവിടേക്ക് വന്ന് താമസിച്ചവരാണ് ഇവരെല്ലാവരും. വളരെ കുറച്ച് മാത്രമാണ് ഇവിടെ ശരിക്കുള്ള മലയാളികളുള്ളത്.
ഏകദേശം 1.5 മണിക്കൂറെടുത്ത് നമ്മൾ വെങ്കലക്കയം ഡാമിനടുത്തേക്ക് എത്താനായിട്ട്. നമ്മളിവിടെ എത്തുമ്പോഴത്തേക്ക് ഇവിടെ കൺസ്ട്രക്ഷൻസ് എന്തോ നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഉള്ളിലേക്ക് വണ്ടി കയറ്റി വിടില്ല. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഒരാൾ പറഞ്ഞതനുസരിച്ചിട്ട് ഇതിന് ബാക്കിൽ കൂടെ വേറൊരു വഴിയുണ്ട്, അവിടെയാണ് ഡാം കാണാൻ കുറച്ചുകൂടെ ഭംഗിയുള്ളതെന്ന് പറഞ്ഞു. ശരിക്കും നമുക്ക് പോകേണ്ട സ്ഥലവും അത് തന്നെയാണ്. അവിടെയാണ് ഷൂട്ടിങ്ങും മറ്റുമൊക്കെ നടക്കുന്ന ആ ഒരു ലൊക്കേഷൻ ഉള്ളത്. വെങ്കലക്കയം ഡാം എന്ന് പറയുന്നത് ഒരുപാട് വലിയൊരു ഡാമൊന്നുമല്ല, ഇത് ശരിക്കും പറഞ്ഞ ഒരു ചെക്ക് ഡാമാണ്. അങ്ങനെ നമ്മൾ 3-4 പേരോട് ചോദിച്ച് നമ്മൾ ഏകദാണ്ട് ആ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് മുമ്പിൽ ഈ കാണുന്നതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു സ്പോട്ട്. ഇവിടെയാണ് കൂടുതലും ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടന്നത്. എന്നിരുന്നാലും ഇതിൻ്റെ കുറച്ചുകൂടെ സൈഡിലോട്ട് മാറിയിട്ട് ഇതിനേക്കാട്ടിലും കുറച്ചുകൂടെ ഭംഗിയുള്ളൊരു സ്ഥലമുണ്ട്. പക്ഷേ അവിടത്തേക്ക് നോർമലായിട്ടുള്ള വഴികളൊന്നുമില്ല. നമ്മൾ ഈ വന്നതുപോലെ അത്ര എളുപ്പത്തിൽ അങ്ങോട്ട് ചെല്ലാൻ പറ്റത്തില്ല. അങ്ങോട്ടേക്ക് കാറുമായിട്ട് പോകുന്ന അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബൈക്കാണെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് പോകാൻ പറ്റും. എന്നാലും നമ്മളെന്തായാലും ഒന്ന് പോയി നോക്കാൻ തീരുമാനിച്ചു. ഈ കാണുന്നൊരു സ്ഥലത്തൂടെ വേണം നമ്മൾ വണ്ടി ഓടിച്ചെത്താൻ. ഇടയ്ക്ക് പല സ്ഥലങ്ങളിലും കുഴിയൊക്കെ ഉണ്ട്, അത് നോക്കി ഇറങ്ങി വേണം പോകാനായിട്ട്. ശരിക്കും ഇവിടെ ഒരു ഡാമിൻ്റേതായിട്ടുള്ള റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്കിവിടേക്ക് വരാം, നമുക്ക് ഇവിടെ വെള്ളത്തിലിറങ്ങാം, ഇവിടെ നമുക്ക് ഫോട്ടോ എടുക്കാം, അതിനൊന്നും ഇവിടെ തടസ്സങ്ങളൊന്നുമില്ല. പക്ഷേ എന്നിരുന്നാലും ഇവിടെ വന്ന് നമ്മൾ ഇതിന് ചുറ്റും ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ സ്വൈര്യ ജീവിതത്തിന് തടസ്സമാകുന്നത് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടായാൽ ഇവിടുത്തെ നാട്ടുകാർ തന്നെ അത് ഇടപെടും. അവർ ചിലപ്പോൾ അവരുടേതായിട്ടുള്ള രീതിക്ക് പ്രതികരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ പ്രദേശത്തേക്ക് വരുന്നവർ അല്ലെങ്കിൽ ഇവിടെ കാണാൻ വരുന്നവർ ഇവിടെ ഉള്ളവരുടെ ആ സ്വൈര്യ ജീവിതം നശിപ്പിക്കാതെ കണ്ട് ഉള്ള കാഴ്ചകൾ കണ്ടിട്ട് മാന്യമായ രീതിയിൽ തിരിച്ചു പോകാൻ ശ്രദ്ധിക്കുക. നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ ഈ ഡാമിൽ കുളിച്ചുകൊണ്ടിരുന്നൊരു ചേട്ടൻ നമ്മളോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു കാര്യം ഇവിടെ പറയുന്നത്. വളരെയധികം ശാന്തമായൊരു പ്രദേശം തന്നെയാണ് വെങ്കലക്കയം ഡാമും അതിന് ചുറ്റുമുള്ള സ്ഥലങ്ങളും. ഈ സ്ഥലത്തിൻ്റെ പ്രധാന ഒരു ആകർഷണമെന്ന് പറയുന്നത് വെള്ളത്തിലേക്ക് ഇറങ്ങി ഒരുപാട് ഉയരത്തിൽ തല ഉയർത്തി നിൽക്കുന്ന കരിമ്പനക്കൂട്ടമാണ്. ടൊവിനോ അഭിനയിച്ച ARM പോലുള്ള നിരവധി മലയാളം തമിഴ് ചിത്രങ്ങൾക്ക് ലൊക്കേഷനായിട്ടുള്ള ഒരു സ്ഥലം കൂടെയാണ് വെങ്കലക്കയം ഡാമും ഈ ഒരു പ്രദേശവും. നല്ലതുപോലെ റിസ്ക് എടുത്താണ് നമ്മൾ വണ്ടിയും കൊണ്ട് ഈ കാണുന്നൊരു സ്ഥലത്തേക്ക് വന്നത്. എന്നിരുന്നാലും വന്നത് വെർത്താണെന്ന് തന്നെ പറയാം. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമുക്കിവിടെ നിൽക്കുമ്പോഴത്തേക്ക് കിട്ടുന്നത്. ശരിക്കും നമ്മളിവിടെ ഇരുന്ന് കഴിഞ്ഞാൽ തിരിച്ചിവിടെ നിന്ന് പോകാനേ തോന്നത്തില്ല. അതുപോലെ ശാന്തമായ കാറ്റും ആ കാഴ്ചകളും ഒക്കെ കൂടെ ചേർന്നിട്ട് നമുക്ക് തരുന്നൊരു ഫീല്, അത് വല്ലാത്തൊരു ഫീല് തന്നെയാണ്. അതിവിടെ വന്ന് ഇവിടെ ഇരുന്ന് ഒരുപാട് ബഹളങ്ങളൊന്നും ഇല്ലാതെ ഉണ്ട് വളരെ ശാന്തമായിട്ട് ഇവിടെ ഇരുന്ന് തന്നെ ആസ്വദിക്കണം. കുറച്ചധികം നേരം തന്നെ നമ്മൾ വെങ്കലക്കയം ഡാമും ആ പരിസരവും കണ്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ ചെലവഴിച്ച് ഇനി എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. ഇനി നമ്മൾ പോകുന്നത് നേരെ പൊള്ളാച്ചിക്കാണ്. നമ്മൾ പാലക്കാട് എത്തിയിട്ട് ഇന്നേക്ക് 5ാമത്തെ ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ പാലക്കാടുള്ള കാഴ്ചകളൊക്കെ അവസാനിപ്പിച്ച് നമ്മൾ ഇവിടുന്ന് പൊള്ളാച്ചിക്ക് പോവുകയാണ്. പാലക്കാടിൻ്റെ കാഴ്ചകൾ അവസാനിച്ചിട്ടോ കണ്ട് മതിയായിട്ടോ ഒന്നുമല്ല നമ്മൾ പാലക്കാട് നിന്ന് തിരിച്ചു പോകുന്നത്. ഇനിയും ഒരുപാട് കാഴ്ചകൾ പാലക്കാട് കാണാനായിട്ടുണ്ട്. പക്ഷേ ഇനി അതെല്ലാം മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വയ്ക്കാം. അങ്ങനെ കുറച്ച് കാഴ്ചകൾ കാണാൻ ബാക്കി വയ്ച്ചാൽ മാത്രമാണ് നമുക്കിനിയും ഇവിടേക്ക് വരാൻ സാധിക്കുന്നത്. നാളെ മറ്റൊരു സ്ഥലത്തെ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.